ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയണത് കുറച്ച് പേര് നമ്മൾ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും നമുക്ക് നമ്മുടെ ഈ ചാനലിലുണ്ട്. അപ്പോൾ അവർ ഒരുപാട് പേര് നമ്മളിങ്ങനെ വീഡിയോസ് ആ ഒരു സംഭവം നിർത്തുക എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് നമുക്ക് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കുന്നുണ്ട്. നമ്മളിത് നിർത്തുമ്പോൾ അവർക്കതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അവരെല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞത്. അപ്പോൾ തൽക്കാലത്തേക്ക് മാത്രമാണ് ഞാനിത് നിർത്തി വെക്കുന്നത്. കാരണം സ്ക്രഞ്ചീസിൻ്റെ ഇത് വന്നപ്പോൾ എനിക്ക് സ്ക്രഞ്ചീസിന് ഓർഡർ ഉണ്ട്, തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അതും ഇതും എല്ലാം കൂടെ മാനേജ് ചെയ്യാനുള്ളൊരു ഇത് എനിക്കില്ല. അപ്പം അത് മാത്രമല്ല, പിന്നെ ഉപ്പാക്ക് ഇവിടെ സുഖമില്ലാതെ ഇരിക്കുന്നതും നിങ്ങൾക്കറിയാം. ഉപ്പാക്ക് നടക്കാൻ പറ്റൂല. അപ്പോൾ ഉപ്പാടെ കാര്യങ്ങളും ഞാനും ഉമ്മയും കൂടെ ഉണ്ടെങ്കിലാണ് ഉപ്പാടെ കാര്യങ്ങളും നോക്കാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ റിസ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ അയച്ചു തരുന്നതൊക്കെ. ചില നേരത്ത് രാത്രി 12 മണി വരെയൊക്കെ നമ്മൾ ഇരുന്നിട്ടാണ് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിയാറ്. എന്നിട്ടും നേരം വൈകിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സാധനങ്ങൾ കിട്ടാറ്. അപ്പോൾ ഈ ഒരു ബിസിനസ് വന്നതോടുകൂടെയാണ് ഞാൻ അത് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. കാരണം ഇതും അതും ഒക്കെ കൂടെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റണില്ല. അത് മാത്രമല്ല, സാമ്പത്തികമായിട്ട് കുറച്ചൊരു പിന്നാക്കത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പോണതാണ്, കസ്റ്റമർ എനിക്കുള്ളതാണ്. പക്ഷെ ഞാൻ അതും കൊണ്ടുപോയേനെ. പക്ഷെ അതും ഇതും ചെയ്യാനുള്ള സാമ്പത്തികം നമുക്കില്ല. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് മുന്നോട്ട് തന്നെ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളെങ്ങനെയാണോ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതെന്ന് അതുപോലെ നിങ്ങൾക്ക് വാങ്ങിക്കാം. തൽക്കാലത്തേക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളതെന്തായാലും കൊണ്ടുവരും. കുറച്ചൊന്ന് മെച്ചപ്പെട്ടതിന് ശേഷം നമ്മളത് കൊണ്ടുവരും. പിന്നെ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം കുറേ പേരെ കമൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നിർത്തണ്ട, വീണ്ടും തുടങ്ങിക്കോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിർത്താനുള്ള കാരണം ഇതാണ്. അപ്പോൾ നമ്മളെന്തായാലും ചെയ്യണുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോടും കൂടെ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുള്ളൂ. പിന്നെ സ്ക്രഞ്ചീസിൻ്റെ ബിസിനസ് ചെയ്യാൻ കാരണം ഉണ്ടായത്, ഇപ്പോൾ സ്ക്രഞ്ചീസ് ഞാൻ ഓൾറെഡി ആദ്യമേ ചെയ്ത ഒരു ബിസിനസ്സായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ സാധനങ്ങൾ ഇറക്കാനുള്ളൊരു സാമ്പത്തികമായി കുറവ് വന്നപ്പോഴാണ് നമ്മളത് ഇവിടെ ഓൾറെഡി നിർത്തിയത്. അപ്പോൾ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാം. നമ്മൾ മുന്നൊക്കെ സ്ക്രഞ്ചീസിൻ്റെ സാറ്റിൻ ക്ലോത്തൊക്കെ നമ്മൾ സെയിൽ ചെയ്തിരുന്നതാണ്. അപ്പോൾ വീണ്ടും അതുമൊക്കെ തന്നെ ഞാൻ സ്റ്റാർട്ടിങ് വന്നിട്ടുണ്ട്. കാരണം നമ്മൾക്ക് ഷോപ്പിലേക്ക് 1000 പീസ് 2000 പീസ് അത് കൂടാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കസ്റ്റമർ 100 200 പീസൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും നല്ലൊരു ഇതായിട്ട് തോന്നിയത് ഈ ഒരു സ്ക്രഞ്ചീസിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 200 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. കാരണം എനിക്കിപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നതുകൊണ്ട് എൻ്റെത് ഇവിടെ നഷ്ടപ്പെടുകയൊന്നുമില്ല. ഞാൻ ഏതോ ഒരു ജില്ലയിലാണ് ഞാൻ കിടക്കുന്നത്, നിങ്ങളും അത് ഏതോ ഒരു ജില്ലയിലാണ് നിങ്ങളും കിടക്കുന്നത്. നിങ്ങൾക്ക് കിട്ടാനുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കിട്ടണതും കുറയില്ല. നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾക്ക് കിട്ടും ചെയ്ത് എനിക്ക് കിട്ടാനുള്ളത് ഏതെങ്കിലും വഴി എനിക്ക് കിട്ടുകയും ചെയ്യും. അല്ലാണ്ട് ഇതിൻ്റെ ഐഡിയകളും ടിപ്സുകളും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് കിട്ടാനുള്ളത് എപ്പോഴായാലും നമുക്ക് കിട്ടും, നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾക്ക് എപ്പോഴായാലും കിട്ടും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനി എന്തെങ്കിലും ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ ഈ കാര്യങ്ങളൊക്കെ പറയണത്. ഇപ്പോൾ ഒരു പുതിയൊരു വർഷമാണ്. ഈ ഒരു വർഷത്തിൽ പലരും പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ചെറിയൊരു സംരംഭം പോലെ ഇത് തുടങ്ങാം. അപ്പം അതായത് ചെറിയൊരു എമൗണ്ടിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്ത് നോക്കുക. അത് സക്സസ് ആയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ വലിയ എമൗണ്ടിന് സാധനങ്ങൾ മേടിച്ചിട്ട് ചെയ്യേണ്ടതുള്ളൂ. പിന്നെ മാത്രമല്ല, ഓർഡർ കിട്ടണില്ല. ഇത് കടയിൽ കൊണ്ടെടുക്കുമ്പോൾ ഈ മോഡൽ പല നാട്ടിലും പല മോഡലുകളാവും. അപ്പം ഞാനിപ്പോൾ ഇത് കൊണ്ടുകൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ഉണ്ടാക്കിക്കോ, നമ്മൾ ഓവർ റേറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ പറയരുത്.
നമുക്ക് ഒരു ചെറിയൊരു ലാഭം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പറയാൻ പാടുള്ളൂ. ഓവർ ലാഭം പ്രതീക്ഷിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാലൊന്നും നമുക്കൊന്നും കിട്ടൂല. അപ്പോൾ നിങ്ങളിത് കടകൾ കയറി ഇറങ്ങിയിട്ട് അന്വേഷിക്കുക. ഞാൻ അങ്ങനെ സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്നുണ്ട്, കൊണ്ടുവന്ന് എടുക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ അവരെന്തായാലും ഒരു കടയിൽ കയറി അവിടുന്ന് മേടിച്ചില്ലായിരിക്കും രണ്ടാമത്തെ കട കയറി, അങ്ങനെ കടകൾ കയറി ഇറങ്ങുക. അല്ലാണ്ട് ഒരു കടയിൽ കയറി അവിടെ നിന്നൊന്നും ഇല്ലാച്ചെങ്കിൽ അത് അവിടെ നിർത്തരുത്. നമ്മളൊന്ന് രക്ഷപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് അടുത്ത കടകൾ കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും വിജയം ഉണ്ടാവും. പെട്ടെന്ന് നമുക്ക് വിജയം കണ്ടെത്താനായില്ല എന്നുണ്ടെങ്കിലും നമ്മളെന്തായാലും വിജയിക്കും. അപ്പോൾ ഇനിയും തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം തുടങ്ങുക. പലരും പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ മോട്ടിവേഷൻ കേട്ടിട്ടാണ് പലരും തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് വിടാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. അവരൊക്കെ രക്ഷപ്പെടട്ടെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. എല്ലാവരും രക്ഷപ്പെടണം. അല്ലാണ്ട് നമ്മൾ രക്ഷപ്പെടും മറ്റുള്ളവർ രക്ഷപ്പെടരുത് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എല്ലാവരും രക്ഷപ്പെടണം. എല്ലാവർക്കും പൈസക്ക് ബുദ്ധിമുട്ടുള്ളവർ തന്നെയാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങുക. സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുക. അങ്ങനെ തന്നെ നമുക്ക് ഓർഡർ കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മുടെ അടുത്തുള്ളവരെ കണ്ടിട്ടൊന്നും നമ്മൾ ഒരു സംഭവം തുടങ്ങരുത്. പിന്നെ എന്ത് സഹായത്തിനും എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും. പിന്നെ എന്ത് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം റിപ്ലൈ കിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ റിപ്ലൈ തരുന്നുണ്ട്. അതിലൊന്നും നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ ഇനി ഇവിടുന്ന് ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ ഒരു ബിസിനസ്സിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ തുടങ്ങുക. എന്തിനും ഏതിനും ഞാൻ കൂടെ ഉണ്ട്. എപ്പോൾ മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോസായിട്ട് ചെയ്തത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് സ്ക്രഞ്ചീസ് അടിക്കാൻ ആളുകളെ ആവശ്യമുണ്ട്. അത് 3-4 പേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരെ കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ കസ്റ്റമേഴ്സായ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അടുത്ത് തന്നെ ഇടുന്നുണ്ട്. അതായത് നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസ് കണ്ടിട്ട് നമുക്ക് പേഴ്സണലായിട്ട് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. ഒരുപാട് പേര് എനിക്ക് തരും അടിക്കാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലോങ്ങുള്ളവരാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അതിനുള്ള കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട്. എന്നതിന് ശേഷം അതൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. വീഡിയോസ് കണ്ടിട്ട് അതിനുള്ള മറുപടി ആയിട്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നമ്മുടെ കയ്യിൽ ഓഫറിൻ്റെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. കാരണം ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.